ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എൻ്റെ മോന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണിത്. ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ ആ ചിക്കൻ എടുത്ത് മാറ്റി ആ സെയിം വെള്ളത്തിലേക്ക് കുറച്ച് സോയാബീൻ വേവിക്കാൻ വേണ്ടി വെക്കുക. സോയാബീൻ വെന്ത് വരുമ്പോൾ അതും എടുത്ത് മാറ്റുക. വെള്ളം നമ്മൾ എടുത്ത് വെക്കണം, നമുക്ക് ലാസ്റ്റ് ആവശ്യം ഉണ്ടാവും. അങ്ങനെ ആ സെയിം കുക്കറിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഇട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചിക്കൻ സ്റ്റോക്ക് കുറച്ചൊഴിച്ച് അതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടിയായിട്ട് ബിരിയാണി മസാലയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ബിരിയാണി മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം സോയാബീൻ കൂടെ ചേർത്ത് കൊടുക്കുക. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച അരി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു വിസിൽ വന്നിട്ട് ആവി മുഴുവൻ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി റൈസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.